ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഐസ്ലാൻഡ് ഉണ്ടെന്ന് കേട്ടോ. അതെവിടാന്ന് വെച്ചാൽ പൂവാറാണ്. അപ്പോൾ പൂവാറിൽ ഐസ്ലാൻഡിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ പൂവാറ് സ്പോട്ടിലെത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ടൊരു ബോട്ടിങ് രാവിലെ പോയാലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മൊത്തം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊരു ബോട്ടുണ്ട്. അപ്പോൾ പുള്ളി ഞങ്ങൾ 8 പേർക്ക് കണക്കിനുള്ളൊരു ബോട്ടും കൊണ്ട് വരുവാണ്. അങ്ങനെ ബോട്ട് ഇങ്ങനെ കരയ്ക്കടുപ്പിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ബോട്ട് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണിപ്പോൾ. ആദ്യം തന്നെ പപ്പ കയറാമെന്ന് കരുതി. അങ്ങനെ വഴിയെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ജാക്കറ്റ് ഇടാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ രാവിലെ 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കാറ്റോ വേറെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞങ്ങൾ ജാക്കറ്റ് ഇടാത്തത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജാക്കറ്റ് ഇടണം. അതൊരു സേഫ്റ്റി പ്രിക്കോഷനാണ്. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷത്തിലാണ്. കാരണം ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ, അതായത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഈ 2 സൈഡ് ഒത്തിരി മരങ്ങളുണ്ട്. ഈ കാണുന്ന മരം എന്താണെന്ന് വെച്ചാൽ അത് കാട്ടുബദാം എന്നാണ് ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ സൈഡുകളിൽ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ കാണാനുണ്ട് നമുക്ക്. ഉള്ളിലോട്ട് പോകുന്തോറും തുരുത്തുകളാണ് കൂടുതലെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മളൊരു കാട്ടിനകത്തോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു അനുഭൂതിയാണ് ഇതിന്ന് കിട്ടുക നമുക്ക്. ഒത്തിരി ചെടികളും പിന്നെ ഈ നമ്മൾ കാട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് ഉണ്ടല്ലോ, അതേപോലത്തെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക, നമുക്ക് തൊട്ടില്ല, പൂവൊക്കെ പറിക്കാൻ പറ്റില്ല എന്നുള്ള അത്രയും ഇങ്ങനെ താന്ന് കിടക്കുവാണ്. കണ്ടോ, അടുത്ത് നമ്മൾ വീണ്ടും ഒരു തുരുത്തിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് കണ്ടാൽ അതിനകത്തൂടെ ഈ ബോട്ട് പോവോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഇങ്ങനെ സംശയം തോന്നും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പോകാൻ പറ്റും. വന്ന വഴി തിരിഞ്ഞു നോക്കുമ്പോൾ വഴി ഉണ്ടാവില്ല, അത്രയും ഇങ്ങനെ മറിഞ്ഞു കിടക്കുവാണ് മരങ്ങളും ചെടികളും. എല്ലാവരും സന്തോഷത്തിലാണ്, വളരെ അത്രയും ഹാപ്പിയാണ് എല്ലാവരും ഈ യാത്രയിൽ. അതായത് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് പോവുകയാണെങ്കിൽ ആൾക്കാർ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഇത്ര രൂപ, 2000 3000 രൂപ, ചിലർ 10000 രൂപ വരെയൊക്കെ മേടിക്കും. ഇത് അത്രയൊന്നും ആകത്തില്ല ശരിക്കും നമ്മൾ ചോദിച്ചറിഞ്ഞ് പോയാൽ. വീണ്ടും നമ്മൾ അടുത്തൊരു തുരുത്തിലോട്ടാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാകത്തില്ല, പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പം വല്ലാത്തൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, നമ്മൾ വന്ന വഴി എവിടാന്ന് നമുക്കിപ്പം കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ എന്താണ് ഏതാണെന്തോ അമ്പഴങ്ങയോ എന്താണ്ട് കുറേ പറഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. നമുക്കവിടെ സ്റ്റേ ചെയ്യാം, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയേക്കുവാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് കടലാണ്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടേ നമ്മളിനി തിരിച്ചു പോകത്തുള്ളൂ. ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ് അടുത്ത് കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ആൾക്കാർ വലയിട്ടാക്കണ കണ്ടു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടലിൻ്റെ ഭംഗി ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല നമുക്കിങ്ങനെ ഇറങ്ങിപ്പോയി കളിക്കാൻ വേണ്ടിയിട്ട്.
അത് കാരണം നമ്മളിങ്ങനെ ഇച്ചിരി അകലെ നിന്നിങ്ങനെ കണ്ട് രസിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇച്ചിരി ആഴം കൂടിയ സ്ഥലം എന്നാണ് അവിടെ എല്ലാവരും പറയുക. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ വീണ്ടും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ റിട്ടേൺ പോവാണ്. ഇതും ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. നമുക്കിങ്ങനെ സമയമില്ലാത്ത കാരണം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നേരം ഓപ്പോസിറ്റ് ചേട്ടൻ വള്ളം തുഴയുവാണ്. ഓപ്പോസിറ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ അടുത്ത ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ ആയത് കാരണം തിരിച്ചും പോകാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ റിസോർട്ടാണ് ഗൈസ്, റിസോർട്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പാലവും വഴികളും അങ്ങനെയാണ്. ഇത് കാണുന്ന നീർക്കാക്കയാണ്. ഒരുപാട് പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. ഈ ദേശാടന കിളികൾ പോലെ. നമ്മുടെ സ്വന്തം കിങ് ഫിഷറാണ്. പുള്ളി മീനിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കിട്ടി, പുള്ളിക്ക് മീൻ കിട്ടി. കൊച്ചു ഭയങ്കര എക്സൈറ്റഡിലാണ്. വീണ്ടും നമ്മൾ തുരുത്തിലോട്ടൊക്കെ പൊക്കോളും. വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ബോട്ടിങ് അവസാനിച്ചു. നമ്മളടുത്ത് നെക്സ്റ്റ് ആക്കുളത്തെ കണ്ണാടിപ്പാലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പേടിയുണ്ട് ഫസ്റ്റ് ടൈം ആയത് കാരണം. അങ്ങനെ എല്ലാവരും മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കുവാണ്. വേണോ വേണ്ടേന്ന് അതിൽ കയറേണ്ട എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ സെൽഫി പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സെൽഫി എടുക്കാം. ഇപ്പം എല്ലാവരുടെയും പേടിച്ചിരിച്ച മാറി, എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. എന്നാൽ കൊച്ചിന് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. അതങ്ങനെ കൈ മുറുക്കെ പിടിച്ചേക്കുവാണ്. പേടിക്കാനൊന്നുമില്ല, എന്നാലും താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടി. അത്രയും ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്, പക്ഷെ സേഫാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ബൈ.